ശ്രീവി ദമ്പതികൾക്കായി ഒരുക്കുന്ന റിയാലിറ്റി ഷോ ഏദൻ തോട്ടത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരുമയോടെ ഒത്തുകൂടാം. ജനനം എന്ന മൂന്നക്ഷരങ്ങളുടെയും മരണം എന്ന മൂന്നക്ഷരങ്ങളുടെയും നടുവിൽ വരുന്ന മൂന്നക്ഷരങ്ങളെ കാണാതെ പോകുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും കാരണം. സ്നേഹം എന്ന മൂന്നക്ഷരമാണ് നമ്മൾ പലപ്പോഴും കാണാതെ പോകുന്നത്. സ്നേഹം കൊണ്ട് നിറയാൻ വേണ്ടിയുള്ള ഒരു ഷോ തന്നെയാണ് ഏദൻ തോട്ടം. ഒരിക്കൽ കൂടി എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. സ്വാഗതം. ഏദൻ തോട്ടത്തിലേക്ക് ഇന്ന് വരുന്ന ദമ്പതികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ടീം പിഷോൺ, സെന്റ് ഗ്രിഗോറിയസ് ചർച്ച്, മന്നാറക്കുന്ന്, അതിരമ്പുഴ, കോട്ടയത്തിൽ നിന്ന് വരുന്ന മിസ്റ്റർ മാത്യു തോമസ് ആൻഡ് എയ്മി മാത്യു. വെൽക്കം ടു ദ ഷോ. സ്വാഗതം. സ്വാഗതം. ഗിഹോൺ ടീമിൽ മത്സരാർത്ഥികളായി എത്തുന്ന ദമ്പതികൾ ശ്രീ ബിജു ആന്റണി, വിനീത ബിജു. അവർ വരുന്നത് കൊരട്ടിയടുത്ത് സാൻജോ നഗർ സെയിന്റ് ജോസഫ് ചർച്ചിൽ നിന്നാണ്. സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. വെൽക്കം. സ്വാഗതം. ടീം യൂഫ്രട്ടിസ് വരുന്നത് അങ്കമാലിയിൽ നിന്നും സെന്റ് ജോർജ് ബസിലിക്കയിലുള്ള ബിനു അഗസ്റ്റിൻ ആൻഡ് സിമി ബിനു. വെൽക്കം ടു ദ ഷോ. വെൽക്കം. ടൈഗ്രസ് ടീമിൽ മത്സരാർത്ഥികളായി എത്തുന്ന ദമ്പതികൾ അരുൺ ജോയ്, ഗ്രീഷ്മ അരുൺ. അവർ വരുന്നത് കുട്ടമ്പുഴയാണ്. സെന്റ് മേരീസ് ചർച്ചിൽ നിന്നാണ് അവർ വരുന്നത്. വെൽക്കം ടു ദ ഷോ. നാല് ദമ്പതികൾ, നാല് കുടുംബം മത്സരാർത്ഥികളായിട്ട് ഏദൻ തോട്ടത്തിൽ. നമ്മൾ ഓരോ ടീമിനും നമ്മൾ പേര് പറഞ്ഞാണ് നിങ്ങളെ എല്ലാം ഇൻവൈറ്റ് ചെയ്തത്. പിഷോൺ, ഗിഹോൺ, യൂഫ്രട്ടീസ്, ടൈഗ്രിസ്. ഇത് വല്ല ധാരണയുണ്ടോ? എന്താണ് ഈ ടൈറ്റിലിംഗ്? എന്താണ് വന്നിട്ടുള്ളത്? ചിലപ്പോൾ തോന്നും അയ്യോ എന്താ വായ കൊള്ളാത്ത പേരാണുള്ളത്, എവിടെ നിന്ന് വന്നു ഈ പേര്? നദികളുടെ പേരാണ്. എവിടെയുള്ള നദികളുടെ പേരാണത്? ഏദൻ തോട്ടത്തിലെ. ഇന്നത്തെ ഏദൻ തോട്ടം നമ്മുടെ മാപ്പിൽ അത് എവിടെയാണെന്ന് വല്ല നിശ്ചയമുണ്ടോ? അത് ഇറാഖിലാണ്. ഏദൻ തോട്ടം ഇന്നത്തെ നമ്മുടെ മാപ്പിൽ സ്ഥിതി ചെയ്യുന്നത് ഇറാഖിലാണ്. കൃത്യമായിട്ട് അത് സ്ഥിതി ചെയ്യുന്നത്. ഏദൻ തോട്ടം കപ്പിൾസ് റിയാലിറ്റി ഷോ. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ ഇതാ നിങ്ങൾക്കും ഒരു സുവർണാവസരം. ഹെബ്രായർക്ക് ജനിക്കുന്ന ആൺകുട്ടികളെയെല്ലാം ഏതു നദിയിൽ എറിഞ്ഞു കളയുവാനാണ് ഫറവോ കൽപ്പിച്ചത്? ശരിയായ ഉത്തരം SMS ചെയ്യുന്ന 50 വയസ്സിൽ താഴെ പ്രായമുള്ള ദമ്പതികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഈ ഷോയിൽ പങ്കെടുക്കാം. SMS അയക്കേണ്ട നമ്പർ 9744155533. നമ്പർ ഒരിക്കൽ കൂടി 9744155533. നമുക്ക് നമ്മുടെ മത്സരത്തിന്റെ ആദ്യ റൗണ്ടിലേക്ക് പോകാം. രജനി, നമ്മൾ ആദ്യം പോകുന്നു ഏദൻ തോട്ടത്തിലെ റൗണ്ട് 1. അബ്സല്യൂട്ട്ലി ഇത് ഒരു മ്യൂസിക് റൗണ്ടാണ്. മ്യൂസിക് റൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഗാനം, ആ ഗാനത്തിന്റെ ഫസ്റ്റ് BG നമ്മൾ പ്ലേ ചെയ്യുന്നു. അതിന്റെ അനുപല്ലവി, ബിറ്റ് കഴിഞ്ഞിട്ടുള്ള ഭാഗം, പിന്നെ വരുന്ന വരികൾ നിങ്ങളെ കേൾപ്പിക്കുന്നു. അത് കേട്ട് ഇത് ഏത് ഗാനമാണ് എന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്ന റൗണ്ടാണ്. 30 സെക്കൻഡ്സ് ആണ് നമുക്ക് ആൻസർ ചെയ്യാൻ കിട്ടുന്ന സമയം. ഓരോ ടീമിനും റൈറ്റ് ആൻസർ ആണെങ്കിൽ 100 പോയിന്റ്സ് ആണ്. പാസ് ഓൺ ചെയ്യും, കിട്ടിയില്ലെങ്കിൽ 50 പോയിന്റ്സ് ആണ് പാസ് ഓൺ ചെയ്ത് കിട്ടിയാൽ ഉള്ള മാർക്സ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുന്നു. 30 സെക്കൻഡ്സ് എന്ന് പറയുന്നത് നിങ്ങൾ മ്യൂസിക് കേട്ട ശേഷം ഇവിടെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ആവും. 30 സെക്കൻഡ്സ്. അപ്പോൾ മ്യൂസിക് കേൾക്കുന്ന സമയമുണ്ട്, അത് കഴിഞ്ഞ് ടൈം സ്റ്റാർട്ട് പറയും,
പിന്നീട് നമുക്ക് 30 സെക്കൻഡ് കിട്ടും. ആ 30 സെക്കൻഡിൽ നിങ്ങൾ കൈകൾ ഉയർത്തിയാൽ മതിയാകും. ഫസ്റ്റ് റൗണ്ടിലെ മ്യൂസിക് ക്വസ്റ്റ്യൻ, ആദ്യ ചോദ്യം പിഷോണോടാണ്. നിങ്ങൾക്കുള്ള ഗാനം. പന്ത്രണ്ടു നക്ഷത്രമുടിയുള്ളോരമ്മേ, പാതാരവൃന്ദത്തിൽ ചന്ദ്രൻ. Your time starts now. കെസ്ട്രാണ് ആ ഗാനം പാടിയിരിക്കുന്നത്. യെസ്, നിങ്ങൾക്ക് പാടാം. യേശുവിനമ്മേ മാതാവേ, അരുമസുതർക്ക് ആനന്ദമേ, ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ. നമുക്ക് ഈ ഗാനത്തിന്റെ ആദ്യ ഭാഗം ഒറിജിനൽ നമുക്കൊന്ന് കേട്ടുവരാം. നിങ്ങൾ പാടിയത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്കറിയാം. യേശുവിനമ്മേ മാതാവേ, അരുമസുതർക്ക് ആനന്ദമേ, ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ. ടീം പിഷോൺ പറഞ്ഞ ആൻസർ ഇറ്റ്സ് അബ്സല്യൂട്ട്ലി റൈറ്റ്. പക്ക റൈറ്റ് ആൻസർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ പോകുന്നത് ടീം ഗിഹോണിനോടാണ്. ഇതുപോലെ തന്നെയാണ് നിങ്ങൾക്കുള്ള ചോദ്യവും വരുന്നത്. കൃത്യമായി ഒരു ഗാനത്തിന്റെ ബീജ് വരുന്നു, അനുപല്ലവി വരുന്നു. പാട്ട് കഴിയുമ്പോൾ കൃത്യമായി 30 സെക്കൻഡ്സ് ഇവിടെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ആവും. അപ്പോൾ മാത്രം ഉത്തരം പറയുക. ഉത്തരം അറിയും എന്നുണ്ടെങ്കിൽ അപ്പോൾ കൈപൊക്കുക. അപ്പോൾ നിങ്ങൾക്കുള്ള അവസരമായി പിന്നെ പാടാനായിട്ട്. റെഡി അല്ലേ? നിങ്ങൾക്കുള്ള ഗാനം ഇതാ. സ്വർഗരാജ്യ സിയോനിൽ വാനദൂതരെല്ലാരും കീർത്തിക്കും രാജാവേ, മന്നിടത്തിൽ മാലോകർ ആമോദത്തോടൊന്നായി പൂജിക്കും രാജാവേ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ശ്രദ്ധിച്ചു കേൾക്കൂ, ഓർക്കൂ. എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടോ? ഇത് പാടി നോക്കൂ, അതിന്റെ എൻഡിലേക്ക് പാടി നോക്കൂ. ജയചന്ദ്രനാണ് പാടിയിട്ടുള്ളത്, ഈ ഗാനം പാടിയിട്ടുള്ളത്. വളരെ പോപ്പുലർ ആയിട്ടുള്ള സോങ് ആണ്. വളരെ പോപ്പുലർ ആയിട്ടുള്ള സോങ് ആണ്. 9 സെക്കൻഡ് ഉണ്ട്. പോകുന്നു. കിട്ടുന്നില്ല. കേട്ടിട്ടുണ്ട്, കുറെ കേട്ടിട്ടുണ്ട്. പക്ഷേ 30 സെക്കൻഡ് ആണ് നമുക്ക് ഈ മത്സരത്തിൽ നിങ്ങൾക്കായി അത് തിങ്ക് ചെയ്ത് പറയാനുള്ള സമയം എന്ന് പറയുന്നത് 30 സെക്കൻഡ് ആണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ റൗണ്ടിൽ കിട്ടിയില്ലെങ്കിൽ അത് പാസ് ഓൺ ചെയ്യപ്പെടുകയാണ്. രജനി, സോ യൂഫ്രട്ടിസ് ടീമിനോട് സെയിം ചോദ്യം. കിട്ടിയോ? കിട്ടി. നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ പറയാം, പാടാം. ആബാ ദൈവമേ, അലിയും സ്നേഹമേ, ആശാ നാളമേ, അഭയം നൽകണേ. നിങ്ങൾ പറഞ്ഞ ആൻസർ അത് കറക്റ്റ് ആണോ എന്ന് നമുക്ക് അതിന്റെ ഒറിജിനൽ വേർഷൻ നമുക്കൊന്ന് കേട്ടുവരാം. ഓക്കെ. ദൈവമേ, അറിയായിരുന്നു ഇതിന് അല്ലേ? കേട്ടുള്ള പാട്ടില് സ്നേഹമേ, ആശാ നാളമേ, അഭയം നൽകണേ. ടീം യൂഫ്രട്ടീസ് പറഞ്ഞ ആൻസർ ഇറ്റ്സ് പക്ക റൈറ്റ് ആൻസർ. താങ്ക് യു. ഈ പാട്ടിനെ പറ്റി എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞങ്ങളുടെ കല്യാണത്തിന്റെ സീരിയൽ ആദ്യത്തെ പാട്ടാ, എങ്ങനെ മറക്കുക. ഗുഡ്, വെരി ഗുഡ്. അതുകൊണ്ട് തന്നെ അവിടെ കേട്ട ഉടനെ പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ പാടാൻ വെമ്പിക്കൊണ്ടിരിക്കുകയാണ്. ബിജുവിന് ഈ പാട്ട് അറിയാം, ബിജുവിനും അറിയാം അല്ലേ? ഈ പാട്ട് അറിയാം, വളരെ കേട്ടിട്ടുള്ള പാട്ടാണ്. പക്ഷെ ശ്രമകരമായിട്ടുള്ള പാട്ട്. ഇങ്ങനൊരു മത്സരം വെച്ച സമയത്തെ ഞാനും ഒരുപാട് അപ്പൊ ഞാൻ ആദ്യം ഈ പാട്ടൊക്കെ കേട്ട് എന്നെ സന്തോഷേട്ടൻ ഈ പാട്ടൊക്കെ കേൾപ്പിച്ച് തന്നപ്പോ പറഞ്ഞു, ഇതൊക്കെ വളരെ ഈസി അല്ലേ, പെട്ടെന്ന് പറയും, എന്നാ രാജേഷ് ഒന്ന് പാടെന്ന് പറഞ്ഞിട്ട് എനിക്കറിയാവുന്ന ഒരു ഗാനത്തിന്റെ അനുപല്ലവി 2 ഇട്ടു. ഈ 2 എനിക്ക് ഉത്തരം പറയാൻ
പറ്റിയില്ല എന്നുള്ളതാണ്. നമുക്ക് അതിന്റെ എൻഡ് പോർഷനിലേക്ക് പിന്നെ പാടി വന്നെങ്കിൽ മാത്രമേ നമുക്കത് കറക്റ്റ് ആയിട്ട് വളരെ ശ്രദ്ധിച്ച് കേട്ട് അതിന്റെ എൻഡിലേക്ക് പാടി വന്നെങ്കിൽ മാത്രമേ നമുക്കത് പറയാൻ പറ്റൂ. ടീം ഗിഹോണിൽ നിന്നും പാസ് ഓൺ ചെയ്ത ആൻസർ നിങ്ങൾ റൈറ്റ് ആയിട്ട് പറഞ്ഞു. നിങ്ങളോടുള്ള ചോദ്യം, കൂട്ടം പിരിഞ്ഞ് ആടിനെ തേടി ഇടയനലഞ്ഞു പാതകളിൽ. കൂട്ടം പിരിഞ്ഞ് ആടിനെ തേടി ഇടയനലഞ്ഞു പാതകളിൽ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. വേണുഗോപാലാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത്. മനസ്സിലായി? ഏതാണ് ഐഡന്റിഫൈ ചെയ്തു? ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പല്ലവി ഏത് ഗാനമാണ്? കൂടുവിട്ടോടിയ ആടിലൊരെണ്ണം മുൾച്ചെടിക്കാട്ടിൽ അഭയമേകാൻ. ഒരു 50-50 ചാൻസ് ആണ് അല്ലേ? ഷുവർ. ഷുവർ ആണ്. ശരി, അങ്ങനെ ഷുവർ ആണെങ്കിൽ നമുക്ക് അതിന്റെ ഒറിജിനൽ വേർഷനിലേക്ക് പോവാം. കേൾക്കാം നമുക്കത് ആ ഗാനം തന്നെ ആണോ. കൈമലത്തുന്നു അപ്പോഴും ഒരു ആശങ്ക നമുക്കത് കേട്ടു വരാം. കൂടുവിട്ടോടിയ ആടിലൊരെണ്ണം മുൾച്ചെടിക്കാട്ടിൽ മുൾപ്പടർത്തി. ആൻസർ ഇറ്റ്സ് പക്ക, അബ്സല്യൂട്ട്ലി റൈറ്റ്. മുഴുവൻ പോയിന്റ് താങ്ക് യു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടൈഗ്രസിനോടാണ്. നിങ്ങൾക്കുള്ള ഗാന ശകലത്തിന്റെ ഫസ്റ്റ് ബീജി ഇതാ വരുന്നു. ശ്രദ്ധിച്ച് കേൾക്കൂ. വേദനയിൽ ഞാനമർന്നപ്പോ ആശ്വാസം തന്നദേശു. യാതനയെല്ലാം ആനന്ദമായി എന്നിൽ തീർത്തവനേശു. എന്റെ ഘോര ദുരിതങ്ങളെല്ലാം നന്മയായി മാറ്റിയതേശു. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ആലോചിക്കൂ. അത് പാടിയിട്ടുള്ളത് മാർക്കോസ് ആണ്. ശ്രീ മാർക്കോസ് ആണ് ഈ ഗാനം പാടിയിട്ടുള്ളത്. ഇതിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് ശ്രീ പീറ്റർ ചേരാനെല്ലൂരാണ്. പീറ്ററിന്റെ സംഗീത ശ്രേണിയിലെ ആദ്യ ഗാനമാണ്. പീറ്റർ ചേരാനെല്ലു എന്ന ഒരു സംഗീത സംവിധായകൻ ഈ ഗാനത്തിലൂടെയാണ് പുറത്തേക്ക്. പിന്നീടാണ് അദ്ദേഹം ഒരുപാട് കാസറ്റുകൾ. ആലോചിക്കൂ, പാട്ട് ആലോചിക്കൂ. കിട്ടിയിട്ടില്ല. ഒരു ഐഡിയയും കിട്ടുന്നില്ല അല്ലേ? ശരി, സ്വാഭാവികമായിട്ടും പാസ് ഓൺ ചെയ്യുകയാണ് ടീം പിഷോൺ. അറിയാമെങ്കിൽ ആ ഗാനത്തിന്റെ തുടക്കം പാടാം. ജീവിതത്തോടെ തുഴഞ്ഞു തുഴഞ്ഞു തളർന്നപ്പോൾ തുണയായി വന്നവനേശു, ദുഃഖത്തിൻ ചുഴിയിൽ മുങ്ങി മുങ്ങി താണപ്പോൾ തീരം ചേർത്തവനേശു. വളരെ 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 കൃത്യമായിട്ട് ആൻസർ ചെയ്തിരിക്കുകയാണ്. യുവർ ആൻസർ ഈസ് റൈറ്റ്. നമ്മുടെ ഫസ്റ്റ് റൗണ്ട് അവസാനിക്കുമ്പോൾ ടീം പിഷോൺ ആൻഡ് ടീം യൂഫ്രട്ടിസ് വിത്ത് 150 പോയിന്റ്സ്. ടീം ടൈഗ്രസിനും ഗിഹോണിനും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിച്ചില്ല. പക്ഷെ നമുക്ക് ഇനിയും 2 റൗണ്ട്സ് ഉണ്ട്, സമയമുണ്ട് അല്ലേ? അപ്പം നമുക്ക് കൂടുതൽ പേഴ്സണലി ഒന്ന് പരിചയപ്പെടാൻ സാധിച്ചില്ല. ഏത് ഇടവകയെന്ന് എവിടെ നിന്ന് വരുന്നു എന്ന് മാത്രമേ നമ്മൾ മനസ്സിലാക്കിയുള്ളൂ. എന്താണ് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്? ഞാൻ കോട്ടയത്ത് അതിരമ്പുഴയിലുള്ള കരിസ്ബൻ ധ്യാന കേന്ദ്രത്തിലെ മീഡിയയുടെ സെക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്. മീഡിയ ഇൻചാർജാണ്. മീഡിയ പേഴ്സൺ ആണ്? അതെ. ഓ ശരി. എന്ത് ചെയ്യുന്നു മീഡിയയിൽ? എന്താ ചെയ്യുന്നത്? അവിടുന്ന് പ്രോഗ്രാംസ് ചെയ്യാണ്. അന്ന് കൺവെൻഷന്റെ ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രോഗ്രാംസ്, പുറത്തെ പ്രോഗ്രാംസ് ചെയ്തു കൊടുക്കുന്നുണ്ട്. എയ്മി ഹോം മേക്കർ ആണോ? അല്ല, ഞാൻ ടീച്ചറാണ്. ഇപ്പം വർക്ക് ചെയ്യുന്നില്ല. ഏതാ സബ്ജക്ട്? മാത്തമാറ്റിക്സ്. ഓ, കുഞ്ഞുങ്ങൾ
ഒരാളാണുള്ളത്. 3 മാസമായി വന്നിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങളോട് വന്നിട്ടുണ്ട്. ആഹാ, മോളാണോ മോനാണോ? മോനാണ്. മോനാണ്. വാവേ ആ അമ്മയും അച്ഛനും ആണോ അതെ അതെ കൂടെ വന്നിരിക്കുന്നത്? എയ്മിയുടെ. അതെ. ഓക്കെ, ഓ ശരി. ഹായ്, ഹലോ. വളരെ ശ്രദ്ധയോടെ നിങ്ങളുടെ പെർഫോമൻസ് കണ്ടോണ്ടിരിക്കുകയാണ്. 3 മാസം ഉള്ളെങ്കിലും ആള് കണ്ടോണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ ഗിഹോൺ ടീം ബിജു ആൻഡ് വിനീത, വിശേഷങ്ങൾ എന്ത് ചെയ്യുന്നു? ഞാൻ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യണം. ആദ്യം ബസ്സിലായിരുന്നു, ബസ് നിർത്തി ഇപ്പോൾ ഓട്ടോ ഓടിക്കണം. അത് കൂടാണ്ട് അല്പസ്വല്പം റിയൽ എസ്റ്റേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നുണ്ട്. ഉണ്ട്. ശരി ശരി. റിയൽ എസ്റ്റേറ്റ് ഇപ്പൊ ഡള്ളല്ലേ? അതെ അതെ. ഡള്ളാണ്. വളരെ പറയൂ, വിശേഷം പറയൂ. ഞാൻ ഹൗസ് വൈഫാണ്. 3 കുട്ടികളാണുള്ളത്. 3 കുട്ടികൾ. അവരെന്ത് ചെയ്യുന്നു? അവര് മൂത്താള് ബികോം നൈപുണ്യയിൽ പഠിക്കണേ. ശരി. രണ്ടാമത്തെ ആള് 7ാം ക്ലാസ്സില് MMHS-ല്, ഇളയാള് 5-ല്. അവിടെ തന്നെ. ഓക്കെ, ഗുഡ്. എന്തെങ്കിലും വേറെ കൈത്തൊഴിലായിട്ട് എന്തെങ്കിലും? ചെറിയ രീതിയിൽ എംബ്രോയിഡറി വർക്ക് ഒക്കെ ചെയ്യും. വീട്ടിലിരുന്ന് തന്നെ ചെയ്യുന്നു? വീട്ടിലിരുന്ന്. ഓ ശരി, ഗുഡ്, വെരി ഗുഡ്. നമ്മള് അടുത്ത റൗണ്ടിലേക്ക് പോവുകയാണ്. അടുത്ത റൗണ്ടിന്റെ വിശേഷങ്ങൾ പറയൂ. റൗണ്ട് 2. ഈ റൗണ്ട് നമ്മൾ ബൈബിളിലെ ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ബൈബിളിലെ ഒരു സംഭവമായിരിക്കാം. അതേക്കുറിച്ച് നിങ്ങൾ ഒരാളോട് കൃത്യമായി പറയും. കേൾക്കുന്ന ആൾ അത് അഭിനയിച്ച് ഫലിപ്പിക്കുക എന്നുള്ളതാണ്. ആ അഭിനയം കൊണ്ട് ജീവിത പങ്കാളിക്ക് മനസ്സിലാവണം ഇത് ബൈബിളിലെ ഇന്ന സംഭവമാണ്. 2 minutes ആണ് ഇതിന്റെ ടൈം. ആൻഡ് പോയിന്റ്സും കൂടുതലാണ്. 200 പോയിന്റ്സ് ആണ്. പാസ് ഓൺ ചെയ്യുന്നില്ല. രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോകുമ്പോൾ ആദ്യം വരുന്നത് ടീം പിഷോൺ ആണ്. ഇതിൽ നിങ്ങൾ ആരാണ് അഭിനയിക്കുക, ആരാണ് അത് കേട്ട് ഉത്തരം പറയുക എന്നുള്ളതാണ്. അത് ആലോചിക്കൂ, തീരുമാനിക്കൂ. ഞാൻ അഭിനയിക്കാം. ഭാര്യ അത് കേട്ട് കറക്റ്റായ ഉത്തരം പറയും. ഓക്കെ, മുമ്പോട്ട് വരാം. നിങ്ങൾ രണ്ടുപേരും ഇവിടെ 2 സ്ഥലത്ത് നിൽക്കുന്നു. ഇപ്പുറത്ത് വന്നോളൂ. ഈ റെഡ് ലൈനോട് ചേർന്ന് നിന്നോളൂ. ഞാൻ ഭർത്താവിനോട് കൃത്യമായി ബൈബിളിലെ ഒരു സിറ്റുവേഷനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇതാണ് അടുത്ത 2 മിനിറ്റിനുള്ളിൽ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്ന ഈ അഭിനയം. വളരെ ശ്രദ്ധിച്ച് അത് കാണൂ. പറഞ്ഞു, 2 മിനിറ്റാണ് ഉള്ളത്. അത് മോർ ദാൻ ഇനഫ് ആണ്. ആ ടൈം വളരെ ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഈശോ 12. ഉറക്കെ ചോദിക്കാം, കൗണ്ടർ ചോദിക്കാം, ഭാര്യയ്ക്ക് ചോദിക്കാം. ചുണ്ടനക്കാൻ പാടില്ല, ചുണ്ട് തുറക്കാനേ പാടില്ല, ഡിസ്ക്വാളിഫൈഡ് ആവും. ഈശോ 12 ശിഷ്യന്മാര്, ഒരാള്. ചോദിച്ചോളൂ. 12 ശിഷ്യന്മാരില് ഒരാള്. ഒരു ദിവസം ഒരിക്കൽ. അതല്ലെങ്കിൽ അല്ലാന്ന് കാണിക്കാം, കൈകൊണ്ട് കാണിക്കാം. വേറെ എന്താണെന്ന് വെച്ചാൽ അടുത്തതിലേക്ക് പോവാൻ പെട്ടെന്ന്. 1 മിനിറ്റ് 24 സെക്കൻഡ്. പറയൂ, മനസ്സിലാവുന്ന എന്തൊക്കെയാണെന്ന് വെച്ചാൽ പറഞ്ഞുകൊണ്ടേയിരിക്കൂ. എമി, പറഞ്ഞുകൊണ്ടേയിരിക്കൂ. പത്രോസ്ലീഹ ഈശോനെ തള്ളി പറയുന്നത്. അബ്സല്യൂട്ട്ലി റൈറ്റ്. പത്രോസ് ഈശോയെ തള്ളിപ്പറയുന്ന ഭാഗം തന്നെയാണ് ഭർത്താവ് അഭിനയിച്ച് കാണിച്ചത്. മാത്യു എവിടെ എത്തിയപ്പോഴാണ് മാത്യു പലതും ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു അല്ലെ? 12 ശിഷ്യന്മാരാണോ എല്ലാം ചോദിക്കുന്നുണ്ടായി. അപ്പൊ എപ്പോഴാണ് ഇത് തന്നെയാന്ന് മനസ്സിലായേ? കോഴി കൂവുന്ന പോലെ തോന്നി. കോഴി കൂവുന്ന പോലെ കാണിച്ചു അല്ലെ? അപ്പൊ മനസ്സിലായി, വിവരം പിടി കിട്ടി എന്താണെന്നുള്ളത് അല്ലെ? അടുത്ത ചോദ്യം ടീം ഗിഹോണിനോടാണ്. ആരാണ് അഭിനയിക്കുന്നത്, ആരാണ് പറയുന്നത്? ബിജു വലിയ അഭിനേതാവാണ് അല്ലെ? ചെറിയ ചെറിയ സ്കിറ്റുകള്, പരിപാടികള്, അതൊക്കെ ഇടയ്ക്കൊക്കെ അങ്ങനെ ഉണ്ട് അല്ലേ? അപ്പൊ നമുക്കത് ഇവിടെ നമുക്ക് തെളിയിക്കാൻ കഴിയണം. വരൂ. ഇങ്ങനത്തെ റൗണ്ട് ചെയ്തിട്ടുണ്ട്? ഇങ്ങനെ ചെയ്തിട്ടില്ല. മറ്റേ അഭിനയം ചെയ്തിട്ടില്ല. ആദ്യമായിട്ട് ഭാര്യയുടെ മുമ്പിലുള്ള ഭാവപ്രകടനം ഒരുപക്ഷെ അതുണ്ട് അല്ലെ? വേദിയിൽ ഇത് ആദ്യമാണോ?
അതെ അതെ. വേദിയിൽ ആദ്യമാണ്. അതാണ്. ഓക്കെ, ഞാൻ ബൈബിളിലെ ഒരു കഥാപാത്രത്തെയാണ് പറയാനായിട്ട് പോകുന്നത്. അത് ശ്രദ്ധിച്ച് കേൾക്കുക. നേരത്തെ ലഭിച്ച ടീമിന്റെ പോലെ തന്നെ 2 മിനിറ്റ് കറക്റ്റായിട്ട് കിട്ടും. വളരെ ശ്രദ്ധയോടെ അഭിനയിച്ച് കാണിക്കും. ഞാൻ വളരെ വ്യക്തമായി കഥാപാത്രത്തെ പറഞ്ഞു. അത് കൺസീവ് ചെയ്തല്ലോ, ആരാന്ന് മനസ്സിലായല്ലോ, കൃത്യമായിട്ട് മനസ്സിലായല്ലോ. ഇനിയുള്ള 2 മിനിറ്റ് ബിജുവിന് അഭിനയിച്ച് ഫലിപ്പിക്കാനുള്ള സമയമാണ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. മനസ്സിലാവുന്ന ചോദിച്ചോളൂ. വിനീത പറഞ്ഞോണ്ടിരുന്നോ ഇതാണോ ഇതാണോ ചോദിക്കാം. ഉറക്കെ ചോദിക്കൂ. ബിജു കേക്കണം, നല്ല മനസ്സിലാവും. ഈശോയെ ജ്ഞാനസ്നാനം വിശുദ്ധ സ്നാപക യോഹന്നാൻ. എന്താണ്? ഉറക്കെ പറയൂ. വിശുദ്ധ സ്നാപക യോഹന്നാൻ. വിശുദ്ധ സ്നാപക യോഹന്നാൻ എന്നാണ് വിനീത പറഞ്ഞിരിക്കുന്നത്. ബിജുവിന്റെ ആക്ഷനിൽ നിന്ന് അങ്ങനെയാണോ മനസ്സിലായത്? ഈശോയെ സ്നാനം ഈശോയെ സ്നാനപ്പെടുത്തി. ഈശോയെ സ്നാനിപ്പിക്കുന്ന ഭാഗമാണ് ഭർത്താവ് അഭിനയിച്ച് കാണിച്ചതെന്നാണ് ധരിക്കാൻ കഴിഞ്ഞത്, അല്ലേ? ഈശോയെ ജ്ഞാനസ്നാനം കൊടുക്കുന്നത് ആരാണ്? സ്നാപക യോഹന്നാനാണ്. അപ്പോ വിനീത ആ അഭിനയം കണ്ട മാത്രയിൽ മനസ്സിലേക്ക് വന്ന കഥാപാത്രം വളരെ കൃത്യമാണ്, ശരിയാണ്, സ്നാപക യോഹന്നാൻ തന്നെയാണത് കേട്ടോ. മുഴുവൻ മാർക്കും കിട്ടുകയാണ്. പ്ലീസ് ബി സീറ്റഡ്. നെക്സ്റ്റ് നമ്മുടെ ചോദ്യം പോകുന്നത് സിമിയോടും ബിനുവിനോടുമാണ്. റെഡിയാണോ? ആരാണ് അഭിനയിക്കുന്നത്? ഭർത്താക്കന്മാര് അഭിനേതാക്കളാണ്. കം ഫോർവേഡ് പ്ലീസ്. വരികയാണ്. ഇത് ഒരു സ്ഥലമാണ്. ഞാൻ ഓൾറെഡി അത് പറഞ്ഞു കഴിഞ്ഞു. കൃത്യമായിട്ട് ബിനുവിന് അത് മനസ്സിലായിട്ടുമുണ്ട്. ഇതാ കാണിക്കാൻ പോവാണ്. ഉറപ്പായിട്ട് മനസ്സിലാവും. വളരെ നല്ല അഭിനേതാവല്ലേ. ഇതാ ചേർന്ന് നിൽക്കുന്നു, കാണിക്കാൻ തുടങ്ങുകയാണ്. ശ്രദ്ധിച്ച് കണ്ടോളൂ. 2 മിനിറ്റ് ആണുള്ളത്. ബിനു, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓക്കെ. ഞാൻ എൻ്റെ നമ്മുടെ പണ്ടത്തെ ഒരു ഫസ്റ്റ് ഏതൻ തോട്ടം. ഏതൻ തോട്ടം എന്നാണ് അത്രയും കാണിച്ചപ്പോ മനസ്സിലായത്. അത് ചിരിയിൽ നിന്ന് തന്നെ ഞാൻ എത്ര കൺഫ്യൂസ് ചെയ്താലും അറിയാം, ഉറപ്പായിട്ടും അത് ഏതൻ തോട്ടം തന്നെയാണ്. അത് പറഞ്ഞ ഉത്തരം ഇറ്റ്സ് റൈറ്റ് ആൻസർ. ഞാനിത് പറഞ്ഞപ്പോ എനിക്കിത് കൈ കിട്ടിയപ്പോ ഏറ്റവും വലിയൊരു അപകടം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഇത് കാണിക്കാൻ അടുത്ത എളുപ്പ വഴി എന്ന് പറഞ്ഞത് ഇങ്ങോട്ട് ചൂണ്ടിയാൽ മതി. അത് അടുത്ത് ഞാൻ അത് ചെവിയിൽ ചെന്ന് ആദ്യമേ പറഞ്ഞു, ഇങ്ങോട്ട് ചൂണ്ടരുത്, പിന്നെ ഒന്നും വേണ്ടല്ലോ, ഒരു പ്രശ്നവും ഇല്ല. അല്ല, എനിക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ കാരണം എന്താ അറിയോ, എന്റെ ഫസ്റ്റ് എന്ന് പറയുമ്പോ ആദ്യം, പിന്നെ ഡ്രസ്സൊന്നും ഇല്ലാന്ന് ഇങ്ങനെ കാണിച്ചു. അപ്പൊ ഏതൻ തോട്ടത്തില് ഓക്കെ, ആ സിഗ്നൽ കിട്ടിയോട് കൂടി അത് കൃത്യമായിട്ട് മനസ്സിലായി. അത് കാണിക്കാതെ ആദ്യത്തെ ഫസ്റ്റ് നമ്മുടെ എത്തുമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. ഇങ്ങനെ പറഞ്ഞു അവസാനം ഇതും പറയേണ്ട വന്നു. എന്തായാലും അത് കറക്റ്റ് ആയിട്ട് തന്നെ ഫലിപ്പിക്കാൻ കഴിഞ്ഞു ബിനുവിന്. ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ് നമ്മുടെ ചോദ്യം അരുണിനോടും ഗ്രീഷ്മയോടുമാണ്. ആരാണ് അഭിനയിക്കാൻ പോകുന്നത്? ഗ്രീഷ്മയാണ്. ഇവിടെ മാത്രമാണ് ഒരു ചേഞ്ച് വന്നിട്ടുള്ളത് അല്ലെ? അപ്പോ ഇപ്പുറത്ത് നിന്നോളൂ, ഗ്രീഷ്മയോടെ നിൽക്കൂ. റെഡിയാണല്ലോ? ശരി, അഭിനയിക്കാൻ റെഡിയായിട്ട് ഭാര്യ നിൽക്കുന്നു. ശ്രദ്ധയോടെ അത് കാണാം. എന്താണെന്നുള്ള കാര്യം രജനി പോയി പറയും.
ബൈബിളിലെ ഒരു സംഭവമാണ് ഇപ്പൊ രജനി പോയി പറഞ്ഞിട്ടുള്ളത്. അത് ഓൾഡ് ടെസ്റ്റ്മെന്റിലെ പഴയ നിയമത്തിലെ ഒരു സംഭവം കൂടിയാണ് എന്ന് കൃത്യമായിട്ട് പറയുകയാണ്. ക്ലിയർ? ശരി. ഇനി തുടർന്നുള്ള 2 മിനിറ്റ് അഭിനയിച്ച് ആ സംഭവം എന്ത് എന്ന് ഭർത്താവിനെ മനസ്സിലാക്കാനുള്ള സമയമാണ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. കുഞ്ഞ് കുഞ്ഞ് ഒരു കുഞ്ഞ് ആബേൽ. ഉറക്കെ ചോദിച്ചോളൂ. എന്താണ് മനസ്സിലാവുന്ന ഉറക്കെ ചോദിക്കും. കഴുത്ത് വെട്ടി. ഓക്കെ. അത് മനസ്സിലാവുന്നില്ല. ആബേൽ. വീണ്ടും വീണ്ടും. കാള, ആട്, വീണ്ടും വീണ്ടും പറഞ്ഞോണ്ടിരിക്കൂ. എന്താണ് മനസ്സിലാവുന്ന പറഞ്ഞോണ്ടിരിക്കൂ, അല്ലെങ്കിൽ ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ്. ആട്, കുഞ്ഞ്, കഴുത്ത് വെട്ടി. അവിടെ ഭാര്യ ശ്രദ്ധിക്കൂ. വളരെ ഗൗരവമായിട്ട് അത് നല്ല ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. കുഞ്ഞ്, ഒരു കുഞ്ഞ്, കഴുത്ത് വെട്ടി. വീട്, പറയൂ. കുഞ്ഞ്. ടൈം പോയിക്കൊണ്ടിരിക്കുന്നു. 55 സെക്കൻഡ്. കുഞ്ഞ്. അതല്ലെങ്കിൽ അല്ലാന്ന് കാണിക്കൂ. പറയുന്ന അല്ലെങ്കിൽ അല്ലാന്ന് കാണിച്ചോളൂ. പെട്ടെന്ന് അടുത്തേക്ക് പോകും. ഒരു കുഞ്ഞ്. വലിച്ചു, കുത്തി. കിട്ടുന്നില്ല. പറയൂ. സമയമുണ്ട്. ഇനി നമുക്ക് 37 സെക്കൻഡ് കിടക്കുകയാണ്. കാണിക്കൂ. ഉറക്കെ ചോദിക്കൂ. എന്താണ് മനസ്സിലാവുന്ന ചോദിക്കൂ. ഒരു കുഞ്ഞ് മരിച്ചു. അതെന്ത് സിറ്റുവേഷൻ ആണ് പറയുന്നത്? എന്താണ് മനസ്സിലാവുന്നത്? ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പഴയ നിയമത്തിലെ എന്തോ ഒരു സംഭവം റിലേറ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. ആബേലിന്. പെട്ടെന്ന് ചിന്തിക്കൂ. 15 സെക്കൻഡിലേക്ക് വന്നു കഴിഞ്ഞു. ഒരു കുഞ്ഞ്. സമയമുണ്ട്. 7 മിനിറ്റ് 7 സെക്കൻഡ് 4 സെക്കൻഡ്. കിട്ടുന്നില്ല. സോറി. ടൈംഡ് ഔട്ടാണ്. ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു. അത് ഓൾഡ് ടെസ്റ്റ്മെന്റ് പഴയ നിയമത്തിലെ ഒരു സംഭവമാണ് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു അല്ലേ? ഇത്രയും കാണിച്ചിട്ടും അത് മനസ്സിലാവുന്നില്ല. സ്വാഭാവികമായിട്ടും അത് നമ്മുടെ ഈ റൗണ്ട് പാസ് ഓൺ ചെയ്യുന്നില്ല. പക്ഷേ ഇതിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പറയണ്ട. മനസ്സിലായി. നിങ്ങൾക്ക് മനസ്സിലായോ എന്താണ് സിറ്റുവേഷൻ ഉള്ളത്? അത് മനസ്സിലായി. വിജുന് മനസ്സിലായോ? ഓക്കെ. നിങ്ങളുടെ ഇരിക്കുന്ന 3 ടീമുകൾക്ക് മനസ്സിലായി. അവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായി. അവർക്ക് മനസ്സിലായി എന്താണ് സിറ്റുവേഷൻ ഉള്ളത്. മനസ്സിലായി. അതെ. ഇവിടെ ഉള്ള ഫ്ലോറിൽ എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ അത് സിറ്റുവേഷൻ ഓൾമോസ്റ്റ് നന്നായിട്ട് തന്നെ കാണിച്ചു. പക്ഷെ അത് നമുക്ക് അത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അരുണിന്റെ കൂടെ ഇപ്പൊ ഓഡിയൻസിൽ വന്നിട്ടുള്ളവര് ആരാ ഉള്ളത്? ആരെങ്കിലും ഉണ്ടോ? ആരാണത്? ഇടവകയിലുള്ള ചേച്ചിമാരാണ് അല്ലേ? ഓക്കെ. അരുണിനെ സഹായിക്കുന്നത് രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. ഓക്കെ, കൊള്ളാം. എന്താണ് ഇദ്ദേഹം കാണിച്ചതിൽ നിന്ന് മനസ്സിലായത്? എന്ത് സിറ്റുവേഷനാണ്, എന്ത് സന്ദർഭമാണ് ബൈബിളിൽ എന്നാണ് മനസ്സിലാവുന്നത്? ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് അബ്രഹാം ഇസ്ഹാക്കിനെ മോറിയമലയിലേക്ക് ബലി കഴിക്കാനായിട്ട്. എക്സാക്ട്ലി റൈറ്റ്. അത് തന്നെയാണ്. അതെന്തുകൊണ്ട് ഇത്രയും കാണിച്ചിട്ട് അരുണത് കൺസീവ് ആവുന്നില്ല? കുറച്ച് പെട്ടെന്ന് വന്നില്ല അല്ലെ? പക്ഷെ ഓൾമോസ്റ്റ് അയാളെ പറ്റുന്നത് കാണിക്കുന്നത് അത് ബെറ്റർ ആയിട്ട് ചെയ്തു. എന്തായാലും ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. പ്ലീസ് ബി സീറ്റഡ്. നമ്മുടെ ഈ റൗണ്ട് ഇവിടെ അവസാനിക്കുകയാണ്. പോയിന്റ്സിലേക്ക് ഈ റൗണ്ടിന്റെ അവസാനം നമ്മുടെ സ്കോർസ് ഈ രീതിയിലാണ്. പിഷോൺ ടീം 200 points, ഗിഹോൺ ടീം 200 points, യൂഫ്രട്ടീസ് ടീം 200 points, ആൻഡ് ടൈഗ്രസ് ടീം അക്കൗണ്ട് ഒന്നും ഓപ്പൺ ചെയ്തില്ലെങ്കിലും വി ഹാവ് അനദർ 1 more റൗണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ യൂഫ്രട്ടീസ് ടീമിൻ്റെ സിമിയും ബിനുവിനോടും കൂടുതൽ വിശേഷങ്ങൾ നമുക്കറിയാം. വളരെ സുപരിചിതമാണ് നിങ്ങളുടെ ഫേസസ്. എങ്കിലും
കൂടുതൽ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക്? എങ്ങനെയാണ് ആ ഒരു സുപരിചിതത്വം തോന്നുന്നത് എന്ന് പറഞ്ഞു വേണം തുടങ്ങാൻ. ആക്ച്വലി ഞങ്ങളൊരു റിയാലിറ്റി ഷോയില് റണ്ണറപ്പാണ്. വെറുതെ എല്ലാ ഭാര്യ. വെറുതെ എല്ലാ ഭാര്യ. അത് സീസൺ സീസണിലെയാണ്? സീസൺ ഫസ്റ്റ് സീസൺ. ഓക്കെ. പിന്നെ ഞാൻ ഈ ഗുഡ്നസ് ചാനലിൽ തന്നെ 1-2 ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്. ഓക്കെ. പിന്നെ 3-4 സിനിമയിലും ഉണ്ട്. അപ്പോൾ ഒരു നല്ല കലാകാരനാണ്, അഭിനേതാവാണ്. എന്താണ് ചെയ്യുന്നത്? എന്താണ്? എനിക്ക് പ്ലാസ്റ്റിക്കിന്റെ മാനുഫാക്ചറിങ് ഒരു കമ്പനി എൻ്റെ കസിൻ്റെ ആണ്. ഞാനാണത് നോക്കി നടത്തുന്നത്. ഓക്കെ. ബോട്ടിൽസ്. ബൈ പ്രൊഫഷൻ ഞാൻ CT സ്കാൻ ടെക്നീഷ്യൻ ആണ്. ഒരു 16 വർഷം ലിറ്റിൽ ഫ്ലവർ അങ്കമാലി ഹോസ്പിറ്റലിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ശരി, പറയൂ. ഹൗസ് വൈഫ് ആണോ? അല്ല, ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? അങ്കമാലി തന്നെ, അത്താണിയിലാണ്. വി ഗാർഡിന്റെ സോളാറിന്റെ ഏജൻസി എടുത്ത് നമ്മൾ ബി സ്റ്റാർ എന്ന് പറഞ്ഞ ഒരു ഓഫീസ് റൺ ചെയ്യുന്നുണ്ട്. ശരി. കുട്ടികൾ 3 പേര്. മൂത്തയാള് 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മകൻ ഷാരോൺ. രണ്ടാമത്തത് മകൾ സന മേരി 6th. ശരി. പിന്നെ ഏറ്റവും ഇളയ ഒരു വാവ കൂടി ഉണ്ട്, 2.25 വയസ്സായിട്ടുള്ളൂ. മകനാണ് റയാൻ. ഓക്കെ. ഇനി ടീം ടൈഗ്രസിന്റെ വിശേഷങ്ങൾ പറയും. ഞാൻ മൂവാറ്റുപുഴയാണ് വർക്ക് ചെയ്യുന്നത്. മൂവാറ്റുപുഴയാണ്. ഓക്കെ. SBI ലൈഫ് ഇൻഷുറൻസിലാണ്. ഓക്കെ. ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇപ്പം PSC കോച്ചിങ് ഒക്കെ ആയിട്ട് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുകയാണ്. എത്ര വർഷമായി നിങ്ങളുടെ വിവാഹം കഴിഞ്ഞു? 5 വർഷം. 5 വർഷമായി. ഒരു കുഞ്ഞുണ്ട്. എത്ര വയസ്സ്? 4 വയസ്സ്. 4 വയസ്സ്. മോളാണോ മോനാണോ? മോൻ. ഏദൻ തോട്ടത്തിലെ റൗണ്ട് 3. ഈ റൗണ്ടിലാണ് ആക്ച്വലി നമ്മൾ പൊരുത്തം എങ്ങനെയാണ്, പരസ്പരമുള്ള മനസ്സിലാക്കൽ എങ്ങനെയാണ്. കുറെ വർഷങ്ങളായി നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നു അല്ലേ, എത്രത്തോളം നമുക്ക് പരസ്പരം മനസ്സിലാക്കാൻ സാധിച്ചു എന്നൊക്കെ അറിയുന്ന ഒരു ഫൈൻഡ് യുവർ മൈൻഡ് എന്ന് പറയുന്ന ഒരു റൗണ്ടാണ്. നമ്മൾ ഈ റൗണ്ടിൽ മനപ്പൊരുത്തമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ മനപ്പൊരുത്തം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിൽ നമുക്ക് 6 ചോദ്യങ്ങളാണ് ഉള്ളത്. ആദ്യത്തെ 3 ചോദ്യം ഭാര്യയോടും പിന്നീട് വരുന്ന 3 ചോദ്യം ഭർത്താക്കന്മാരോടുമാണ് ചോദിക്കുക. ശ്രദ്ധിക്കൂ, ആദ്യത്തെ 3 ചോദ്യം ഭാര്യമാരോടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഭാര്യമാരോട് ചോദിക്കുമ്പോൾ ആ ചോദ്യം ഭർത്താവിൻ്റെ ഇഷ്ടത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ആ ഭർത്താവിൻ്റെ ഇഷ്ടം അത് എഴുതുമ്പോൾ തന്നെ ഭാര്യ ഒരിഷ്ടം മനസ്സിലാക്കിയിട്ടാണ് ഭാര്യ എഴുതുന്നത്. ആ സമയത്ത് തന്നെ ഭർത്താവിൻ്റെ ഇഷ്ടം അത് എഴുതുക. ഇതുപോലെ തന്നെയാണ് അടുത്ത 3 ചോദ്യം. അത് ഭർത്താക്കന്മാരോടാണ് ചോദിക്കുന്നത്, ഭാര്യയുടെ ഇഷ്ടത്തെക്കുറിച്ചാണ്. അത് ഭർത്താക്കന്മാർ എഴുതുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഇഷ്ടം, ഭാര്യമാരുടെ ഇഷ്ടം നിങ്ങൾ എഴുതുക. ഓരോ ശരി ഉത്തരത്തിനും 50 പോയിന്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ 6 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ട് റൈറ്റ് ആയാൽ എത്ര പോയിന്റ്സ് ആണ്? 300 പോയിന്റ്സ്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ വരുമ്പോൾ ഭാര്യയും ഭർത്താവും അടുത്തിരുന്ന് എഴുതി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കത് നോക്കി എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരു ചേഞ്ചിങ് വരുത്തുകയാണ്. ഭാര്യമാർ ഇങ്ങോട്ട് പോകുന്നു, ഇവിടെ ഇരിക്കുന്ന ഭർത്താക്കന്മാർ ഈ സീറ്റിലേക്ക് വരുന്നു, എന്നിട്ടാണ് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാൻ ആരംഭിക്കുക. വന്നോളൂ. ഭാര്യമാരിങ്ങോട്ട് പോകുന്നു, നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു. വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്താണ് ചെയ്യേണ്ടത്, കാര്യങ്ങൾ പറഞ്ഞു. ഒരു സംശയവുമില്ല, എല്ലാവർക്കും കൃത്യമായി മനസ്സിലായി എന്നും പറഞ്ഞു. ചോദ്യങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം പോകുന്നത് ആരിലേക്കാണ് എന്നാ പറഞ്ഞേ? ആദ്യത്തെ ചോദ്യം ഭാര്യമാരോടാണ് ചോദിക്കുന്നത്. എന്തായിരിക്കും ആ ചോദിക്കുക? ഭർത്താക്കന്മാരെ കുറിച്ചുള്ള ചോദ്യമാണ്, അവരുടെ ഇഷ്ടങ്ങളെ കുറിച്ചുള്ള ചോദ്യമാണ്. ഓക്കെ, നിങ്ങൾ റെഡിയാണല്ലോ? ആദ്യത്തെ 3 ചോദ്യങ്ങൾ വളരെ ശ്രദ്ധയോട് നിങ്ങളുടെ ഇഷ്ടമല്ല എഴുതേണ്ടത്. വീണ്ടും ആവർത്തിക്കുന്നു, ഭർത്താക്കന്മാരുടെയാണ്. ആദ്യത്തെ ചോദ്യം, നിങ്ങളുടെ ഭർത്താവിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച മഹത് വ്യക്തി ആര്? നിങ്ങളുടെ ഭർത്താവിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച മഹത് വ്യക്തി ആര്? സ്വാധീനിച്ച, കണ്ണിൽ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മഹത് വ്യക്തി ആരാണെന്ന്. ഓക്കെ, റെഡി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ഭർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പഴം ഏത്? ഫ്രൂട്ട്. ഭർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പഴം. പഴം കഴിക്കുന്ന ഇഷ്ടമാണെങ്കിൽ ഏത് പഴമാണ്? വെറും പഴം എന്നല്ല, പഴം ഏത് പഴമാണ്? ഏത് ഫ്രൂട്ടാണ്, ഏത് ഫ്രൂട്ടാണെന്നുള്ളതാണ്. ഓക്കെ, അത് എഴുതുക.
ഇതിനൊക്കെ നില്ലാണ്, അതായത് ഇല്ല എന്നൊരു ആൻസർ ഉണ്ടെങ്കിൽ അതും സ്പെസിഫൈ ചെയ്ത് അങ്ങനെ തന്നെ എഴുതാം. നിർബന്ധപൂർവ്വം കഴിക്കാത്ത ആളെ കൊണ്ട് ഇന്ന പഴം കഴിക്കണമെന്ന് എഴുതേണ്ട കാര്യമില്ല. ഇല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ എഴുതാം. ശരി. മൂന്നാമത്തെ ചോദ്യം, നിങ്ങളുടെ ഭർത്താവ് സ്ഥിരമായി വായിക്കുന്ന ആത്മീയ പ്രസിദ്ധീകരണം ഏത്? ആത്മീയ പ്രസിദ്ധീകരണം, ആത്മീയതയുള്ള ഒരു പ്രസിദ്ധീകരണം ഉണ്ടെങ്കിൽ അത് ഏതാണ്? അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു ആത്മീയ പ്രസിദ്ധീകരണം വായിക്കുന്നത്, അതോ വായിക്കുന്നേ ഇല്ലേ? നിങ്ങളോടുള്ള 3 ചോദ്യങ്ങളും കഴിഞ്ഞിരിക്കുന്നു. അത് എഴുതി കഴിഞ്ഞു എന്ന് വിശ്വസിക്കുകയാണ് രജനി. ഭർത്താക്കന്മാരോടുള്ള ചോദ്യമാണ്. അത് നിങ്ങൾ എഴുതേണ്ടത് ആരുടെ ഇഷ്ടമാണ്? കൃത്യമായിട്ട്. ബിജുന് ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ? ശരി. നിങ്ങളോടുള്ള ആദ്യത്തെ ചോദ്യം, നിങ്ങളുടെ ഭാര്യ ഏത് വസ്ത്രം ധരിച്ച് കാണാനാണ് നിങ്ങൾക്കിഷ്ടം? നിങ്ങളുടെ ഭാര്യ ഏത് അതിന്റെ സെയിം ടൈം നിങ്ങൾ എഴുതുകയും വേണം കേട്ടോ. ആദ്യത്തെ ചോദ്യത്തിനൊക്കെ നിങ്ങൾ നിങ്ങളുടെ ആൻസർ എഴുതിയല്ലോ. ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, നിങ്ങളുടെ ഭാര്യയിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സ്വഭാവം? നിങ്ങളുടെ ഭാര്യയിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു സ്വഭാവം. പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ, എനിക്കിഷ്ടപ്പെടുന്നില്ല, എനിക്കിത് ഇഷ്ടപ്പെടുന്നില്ല, പല ആവർത്തി ഉരുവിട്ടു. ആ കാര്യത്തിനെ കുറിച്ചാണ്. എസ്സേ വേണ്ട, ആ ഒരു സിമ്പിൾ കാര്യത്തിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഓക്കെ, അത് കൃത്യമായിട്ട് പറയും, ഉറപ്പാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ഭാര്യയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബൈബിൾ വാക്യം? ബൈബിൾ വാക്യം നിങ്ങൾ എഴുതേണ്ടത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബൈബിൾ വാക്യത്തെ കുറിച്ചാണ് നിങ്ങൾ എഴുതേണ്ടത്. നിങ്ങൾ എഴുതേണ്ടത് ഇവർക്ക് ഇഷ്ടപ്പെട്ട ബൈബിൾ വാക്യമുണ്ടെങ്കിൽ അത് ഏതാണ്, അതിനെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടാവണം. ആ ധാരണയിലാണ് നിങ്ങൾ എഴുതേണ്ടത്. എല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെയാണ് എഴുതുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കൃത്യമാണ് ചോദ്യങ്ങളെല്ലാം, ഉത്തരങ്ങളും വളരെ കൃത്യമായിട്ട് തന്നെയാണ് നിങ്ങൾ കുറിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ബോധ്യമാണ്. ഓക്കെ, റെഡി? എഴുതി കഴിഞ്ഞു, കംപ്ലീറ്റഡ്. നമ്മൾ ഇനി സ്വസ്ഥാനങ്ങളിലേക്ക് പോവുകയാണ്. ബിനോക്ക് ഇപ്പൊ തന്നെ ചർച്ച തുടങ്ങി കഴിഞ്ഞു. അവിടെ എന്താണ് തെറ്റിപ്പോയോ, എന്താണ് പരിപാടി എന്ന്. ഓക്കെ, നമുക്ക് നോക്കാം, എന്തായാലും റിസൾട്ട് നോക്കാം. നമ്മൾ ആദ്യം വായിക്കുന്നത് ടീം പിഷോണിന്റെയാണ്. ആദ്യം നമ്മൾ വൈഫിനോട് ചോദിച്ച ചോദ്യങ്ങൾ, അതിലേക്കാണ് പോകുന്നത്. ഫസ്റ്റ് ചോദ്യം ഇതായിരുന്നു, നിങ്ങളുടെ ഭർത്താവിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച മഹത് വ്യക്തി ആര്? ആരാണ് മഹത് വ്യക്തി? ആരാണെന്ന് ഭർത്താവ് തന്നെ പറയും. എഴുതിയിട്ടില്ല. എന്താണ് എഴുതാത്ത? അങ്ങനെ ഒരു മഹത് വ്യക്തി ഇല്ല. മാത്യുവിനെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്ത ആരെങ്കിലും? അങ്ങനെ ഇല്ല. പെട്ടെന്ന് അങ്ങനെ എഴുതാൻ തോന്നിയില്ല. അങ്ങനെ പെട്ടെന്നൊരു പേര് മനസ്സിലേക്ക് വന്നില്ല അല്ലേ? അപ്പോ ഭാര്യയും സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെ എഴുതേണ്ടതാണ് അല്ലേ? ആണോ? അങ്ങനെയാണോ? എയ്മി എഴുതിയത് ഈശോനെയാണ്, ജീസസ് ക്രൈസ്റ്റ് ആണ് സ്വാധീനിച്ച വ്യക്തിത്വം എന്ന ഒരു ഇതാണ് എഴുതിയിരിക്കുന്നത്. അപ്പോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഇറ്റ്സ് റോങ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, നിങ്ങളുടെ ഭർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് ഏതാണ്? ഭർത്താവ് പറയൂ. ഭാര്യയോട് ചോദിച്ച ചോദ്യമാണ്. ഭർത്താവ് പറയൂ, അങ്ങേക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ട് ഏതാണ്? ബനാന എന്ന് എഴുതിയിരിക്കുന്നു. വായ ഇനി പൊളിക്കാനില്ല, അത്ര പൊളിച്ചിട്ടൊരു നെടുവീർപ്പാണ്. ഭാഗ്യത്തിന് അത് തന്നെ ഞാനും എഴുതി എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇനി എത്ര കൺഫ്യൂസ് ചെയ്താലും കാര്യമില്ല. ഏത്തപ്പഴം എന്ന് കൃത്യമായിട്ട് അതെ 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 എഴുതിയിട്ടുണ്ട്. മൂന്നാമത്തെ, നിങ്ങളുടെ ഭർത്താവ് സ്ഥിരമായി വായിക്കുന്ന ആത്മീയ പ്രസിദ്ധീകരണം ഏതാണ് മാത്യു? ആത്മീയ പ്രസിദ്ധീകരണം ഇതിൽ എഴുതിയാണ് ആൻസർ. ആ ആൻസർ ആണ് പറയേണ്ടത്. അതില് ഇല്ലാന്നാണ് എഴുതിയിരിക്കുന്നത്. എന്തായാലും ഭാര്യ എയ്മി ആദ്യം ഷാലോം എന്ന് എഴുതി, പിന്നെ അത് കട്ട് ചെയ്തിട്ട് എഴുതി ഫാദർ ബോബി എഴുതിയ പുസ്തകങ്ങൾ. ഫാദർ ബോബി കട്ടിക്കാട് എഴുതിയ പുസ്തകങ്ങളാണ് ഹസ്ബൻഡിന് ഏറ്റവും ഇഷ്ടം എന്ന് എഴുതിയിട്ട് വായിക്കാറുണ്ടോ? അത് ഉണ്ട്. എന്തായാലും സാരമില്ല. ഈ ആൻസർ, മൂന്നാമത്തെ ആൻസർ, ഇറ്റ്സ് റോങ്. ഇനി അടുത്തത് ഫോർത്ത് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, നിങ്ങളുടെ ഭാര്യ ഏത് വസ്ത്രം ധരിച്ച് കാണാനാണ് നിങ്ങൾക്ക് ഇഷ്ടം? ഏത് വസ്ത്രമാണ്? ചുരിദാർ. ചുരിദാറാണ്.
അത് സാരി ഉടുക്കാറില്ല? ഉണ്ട്. ഉണ്ട്. എയ്മിക്ക് ഏതാ ഇഷ്ടം? എനിക്ക് സാരിയാ ഇഷ്ടം. എയ്മിക്ക് സാരിയാണ് ഇഷ്ടം, പക്ഷെ മാത്യുവിന് ചുരിദാർ എടുക്കുന്നതാണ് ഇഷ്ടം, അല്ലേ? പക്ഷെ ഭാര്യയുടെ ഇഷ്ടം ഉൾക്കണ്ണിൽ കണ്ടാണ് എഴുതിയതെന്ന് ചിലപ്പോ തോന്നും. അങ്ങനെ ഒരു അബദ്ധം പറ്റിയോ? രൂക്ഷമായിട്ടാണ് ആ നോട്ടം കേട്ടോ. അങ്ങനെ ഇല്ല, അദ്ദേഹം രൂക്ഷമായിട്ട് നോക്കേണ്ട ആവശ്യമില്ല. ചുരിദാർ തന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആൻസർ ഇറ്റ്സ് റൈറ്റ്. നമ്മൾ 5ാമത്തെ ചോദ്യത്തിലേക്ക്. നിങ്ങളുടെ ഭാര്യയിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സ്വഭാവം. ഇത് ചോദിച്ച ചോദ്യം ആരോടാണ്? മാത്യുവിനോടാണ്. മാത്യുവിനോടാണ് ഈ ചോദിച്ച ചോദ്യം. പക്ഷെ ആദ്യം ആൻസർ ഇവിടെ നിന്ന് പറഞ്ഞു തുടങ്ങും, എന്നിട്ട് നമുക്ക് അദ്ദേഹം എഴുതി എന്താന്ന് നോക്കാം. എന്താണ്? എന്നും കുർബാനയ്ക്ക് പോകുന്നുണ്ട്. അപ്പം കുറച്ച് നേരത്തെ എഴുന്നേറ്റ് റെഡി ആയി പോകാനാ ചേട്ടായിക്ക് ഇഷ്ടം. പക്ഷെ ഞാൻ മിക്കവാറും എഴുന്നേറ്റ് വരുമ്പോൾ കറക്റ്റ് ടൈമിംഗ് ആയിരിക്കും. പെട്ടെന്നെല്ലാം സ്പീഡപ്പ് ആയിട്ട് ചെയ്ത് പോകേണ്ടി വരും. അപ്പൊ അത് എന്നെ വഴക്ക് കേൾക്കാം. എന്താണ് എഴുതിയിരിക്കുന്നത്? അതിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? 5ാമത്തേന് എഴുതിയിരിക്കുന്നത് ഇവിടെ എഴുതിയിരിക്കുന്ന ആൻസർ കോപം എന്നാണ്. അതുകൊണ്ട് 5ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം തെറ്റാണ്. 6ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ഭാര്യയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബൈബിൾ വാക്യം. ബൈബിൾ വാക്യത്തെ കുറിച്ചാണ്. അങ്ങനെ ഒരു ബൈബിൾ വാക്യം ഉണ്ടോ? ഉണ്ടെങ്കിൽ ഏതാണ്? ഫിലിപ്പീൻസ് 4:13. 4:13. എന്താണത്? എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. എന്നെ ശക്തൻ ആക്കുന്നവരിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അത് നിങ്ങൾ തമ്മിൽ ഷെയർ ചെയ്യാറുണ്ടോ? ഈ ഒരു കാര്യം ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ പിന്നെ എന്ത് ഫിലിപ്പി 4:13 തന്നെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഷെയർ ചെയ്യാറുണ്ടെന്നുള്ള സത്യമാണ്. ആൻസർ ഇറ്റ്സ് റൈറ്റ്. അപ്പൊ ഇവർക്ക് എത്ര ശരികളാണ്, എത്ര തെറ്റുകളാണ്? ശരികളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 150 പോയിന്റ്സ് ആണ്. നമ്മൾ ഇനി അടുത്ത ടീമിന്റെ നിങ്ങളുടെ പൊരുത്തത്തെ കുറിച്ചാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഭാര്യമാരോട് ചോദിച്ച ആ ചോദ്യങ്ങളിലേക്കാണ് കടക്കുന്നത്. അതിനെങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരും ഉത്തരം നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. നിങ്ങളുടെ ഭർത്താവിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച മഹത് വ്യക്തി ആര്? ആരാണ് ബിജു? എഴുതിയിരിക്കുന്നതാണ്. അതായത് ചോദ്യം മഹത് വ്യക്തിന്ന് എഴുതിയ ആള് വ്യക്തി എഴുതി. അങ്ങനെ മഹത് വ്യക്തിയെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു ആൻസർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മനസ്സിലുള്ളത് ബിജുവിന്റെ ഇഷ്ടമാണ് ചോദിച്ചത്. ബിജുവിന്റെ മനസ്സിലുള്ളത് ആരാണെന്ന് അത് പറയാം. എഴുതിയിരിക്കുന്നത് പറയാം. അപ്പച്ചൻ എന്നാണ് മനസ്സിൽ ഉള്ള ഒരു മഹത് വ്യക്തി, അല്ലെ? മഹത് വ്യക്തിത്വമാണ്. അപ്പൊ അദ്ദേഹം തന്നെയാണ് ബിജുവിന്റെ മനസ്സിലുള്ള. ഓക്കെ, ഗുഡ്, ഗ്രേറ്റ്. അടുത്ത പക്ഷെ നമുക്ക് ഇവിടെ ആൻസർ വന്നിട്ടുള്ളത് 2 ആൻസർ ആയിപ്പോയത് കൊണ്ട് ആ സ്റ്റേറ്റ്മെന്റിനെ ഞാൻ ഗ്രേറ്റ് എന്ന് പറയുമ്പോൾ 1ാമത്തെ ആൻസർ ഇവിടെ എഴുതിയിരിക്കുന്നത് മദർ തെരേസയാണ്. കാരണം ആള് ഇത്തിരി ദാനശീലമൊക്കെ ഉള്ള കൂട്ടത്തിലൊക്കെ ആള് കുറച്ച് എങ്ങനെ ദാനം ചെയ്യണ ആളാണ്. കണ്ണ് കാണാത്തവരെയൊക്കെ ഇപ്പൊ ഈ അടുത്ത് ഒരു കണ്ണ് കാണാത്ത ബാലു എന്ന് പറഞ്ഞൊരു പയ്യനുണ്ടായിരുന്നു. ആരും ചെയ്യാത്തതാണ്. പുള്ളി എന്റെ വീട്ടിൽ തന്നെ ഒരു റൂമിൽ ആളെ താമസിപ്പിച്ച് ഞാനും ഇത് ചെയ്തു. താമസിപ്പിച്ച് അവന് ഇപ്പൊ താമസിക്കാൻ വേറെ സ്ഥലങ്ങളില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ ഒരു ഓർഫനേജിലേക്ക് ഇത് ചെയ്ത് ആക്കിയായിരുന്നു. അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ ആളുടെ മനസ്സിലുള്ള ആരാധന അത് ബിജുവിനും കാണുന്നുള്ള ഒരു ധാരണയിൽ എഴുതി വെച്ചിട്ടുള്ളതാണ്. ഓക്കെ, എനിവേ ആൻസർ ഇറ്റ്സ് റോങ്. നമ്മൾ 2ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. നിങ്ങളുടെ ഭർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് ഏതാണ്? ഏതാണ് ബിജുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ട്? എനിക്ക് ആപ്പിൾ ആണ്. ആപ്പിൾ ആണെങ്കിൽ ഇവിടെ ഭാര്യയുടെ മുഖത്ത് വിരിയുന്ന ചിരിയിൽ നമുക്ക് മനസ്സിലാക്കാം എന്തായിരിക്കാം എഴുതിയിരിക്കുന്നത്. ആപ്പിൾ തന്നെയാണ്. ആൻസർ ഇറ്റ്സ് പക്ക റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങളുടെ ഭർത്താവ് സ്ഥിരമായി വായിക്കുന്ന ആത്മീയ പ്രസിദ്ധീകരണം ഏത്? പ്രസിദ്ധീകരണം ഏത് എന്നുള്ളതാണ്. ഏത് പ്രസിദ്ധീകരണമാണ് വായിക്കുന്നത്? ബിജു പറയൂ. ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് വായന കുറവാണ്. സമയം കിട്ടാറില്ല. എന്നാലും വല്ലപ്പോഴൊക്കെ നോക്കാറുണ്ട്. ശരി. അപ്പൊ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ എന്താണ് വിനീത എഴുതിയിരിക്കുന്നത്? വചനോത്സവം. സ്ഥിരമായിട്ടല്ല, വല്ലപ്പോഴും വായിക്കാറുണ്ടെങ്കിൽ. പക്ഷെ ആ സ്ഥലം അത് പൂർണ്ണമായിട്ടും
ബ്ലാങ്ക് ചെയ്തിട്ടിരിക്കുക. അതുകൊണ്ട് മൂന്നാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ ഇറ്റ്സ് റോങ്. നാലാമത്തെ ചോദ്യം 4, 5, 6 ഈ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് ആരോടാണ്? ബിജുവിനോടാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ബിജുവിനോട് ആൻസർ കേൾക്കുന്നതിന് മുമ്പ് ഭാര്യയുടെ ഉത്തരം കേട്ട ശേഷമാണ് നമ്മൾ ബിജുവിന്റെ ആൻസറിലേക്ക് പോവുക. ചോദ്യം: നിങ്ങളുടെ ഭാര്യ ഏത് വസ്ത്രം ധരിച്ച് കാണാനാണ് നിങ്ങൾക്കിഷ്ടം? ഏത് വസ്ത്രം ധരിച്ച് കാണാനാണ് ഇഷ്ടം? പറയൂ. സാരി. സാരിയാണ്. ശരി. എന്താണ് എഴുതിയിരിക്കുന്നത്? അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? അത് രണ്ടും മാച്ചിങ്, പക്ക സാരി തന്നെയാണ് എഴുതിയിരിക്കുന്നത്. യുവർ ആൻസർ ഇറ്റ്സ് റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: നിങ്ങളുടെ ഭാര്യയിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സ്വഭാവം? ഇഷ്ടമില്ലാത്ത സ്വഭാവം ഏതാ വിനിത? ദേഷ്യം വരുന്ന എപ്പോഴെങ്കിലും ദേഷ്യപ്പെടുന്നത് ദേഷ്യപ്പെടണ്ടെന്ന് പറയും. കൂൾ അല്ലേ? ആള് ദേഷ്യപ്പെടാറുണ്ടോ? ഞങ്ങളങ്ങനെ വല്ലാണ്ടൊന്നും ദേഷ്യപ്പെടുന്നില്ല. ചിലപ്പോ ദേഷ്യപ്പെടും. ഇങ്ങനെ പിന്നെ പറയുമ്പോ ഇനിയും മിണ്ടാട്ടിരുന്നാലും പറയൂ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും. അത് കൃത്യമാണ്. ദേഷ്യപ്പെടുന്നത്, ദേഷ്യം ഇതിൽ കൃത്യമാണ് എഴുതിയിരിക്കുന്ന ആൻസർ ഇറ്റ്സ് റൈറ്റ്. ആറാമത്തെയും അവസാനത്തെയും ചോദ്യം നിങ്ങളോട് ചോദിച്ചത് നിങ്ങളുടെ ഭാര്യയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബൈബിൾ വാക്യം? ബൈബിൾ വാക്യം ഏത് എന്നാണ് ആറാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഞാൻ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഇഷ്ടപ്പെട്ട ബൈബിൾ വാക്യം. പക്ഷെ അതിന് ഭർത്താവ് എഴുതിയ ഉത്തരം ദൈവം സ്നേഹമാകുന്നു എന്നായതുകൊണ്ട് ആറാമത്തെ ചോദ്യം ഇറ്റ്സ് റോങ്. എത്ര ശരികളാണ്, എത്ര തെറ്റാണ്? ഈ റൗണ്ടിൽ 3 ശരികളാണ്. 3 റൈറ്റ് ആൻസേഴ്സ് നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞു 6 ചോദ്യത്തിൽ. നമ്മൾ അടുത്ത ടീമിന്റെ വിശേഷങ്ങളിലേക്ക് പോവുകയാണ്. ടീം യൂഫ്രട്ടീസ്, നിങ്ങൾ എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ മനസ്സുകളെ നിങ്ങൾ അറിയാതെ തന്നെ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് വായിച്ചിട്ടുള്ളത് എന്നത് വളരെ വ്യക്തമാക്കുന്ന ബാലറ്റ് പെട്ടി പൊട്ടിക്കാനായിട്ട് പോവുകയാണ്. തുറന്നു ബാലറ്റ്. യെസ്, റെഡി. ക്വസ്റ്റ്യൻ: നിങ്ങളുടെ ഭർത്താവിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച മഹത് വ്യക്തി ആര്? ആരാ ബിനു? അമ്മ. എൻ്റെ അമ്മ. അമ്മയാണ്. ഭർത്താവിന്റെ അമ്മയാണെങ്കിലും ഇന്ന് വരെ എന്റെ അമ്മയുടെ പോലെയാണ് എന്റെ ബിനുവിന്റെ അമ്മച്ചനോട് പെരുമാറിയിട്ടുള്ളൂ. ഞാൻ ഇന്ന് വരെ അമ്മായി അമ്മ എന്ന് പറഞ്ഞിട്ടില്ല. അമ്മേനെ ഏറ്റവും കൂടുതൽ നിർവചിക്കാവുന്നത് അമ്മ ശരിക്കും ഒരു ഭയങ്കര സ്നേഹമാണ്. എനിക്ക് അങ്ങനെ പറയാനാണ് ഇഷ്ടം. ആ അമ്മയുടെ സ്വഭാവത്തിന്റെ ക്വാളിറ്റി സത്യത്തിൽ ഇദ്ദേഹം പറയുന്നതിനേക്കാൾ വീട്ടിൽ വന്ന് കയറിയ മരുമകൾ പറയുന്നതാണ് അമ്മയെ പോലെ ബിഗ് സല്യൂട്ട്. അമ്മയ്ക്ക് അങ്ങനെ ഒരു നന്മയുള്ള മനസ്സിന്റെ നേരെ ബിഗ് സല്യൂട്ട്. എന്തായാലും നിങ്ങൾ രണ്ടുപേരും എഴുതിയിരിക്കുന്ന ആൻസർ ശരിയാണോ എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ള കാര്യം. അത് മാത്രം ആദ്യത്തെ ആൻസർ നിങ്ങൾ എഴുതിയിട്ടുള്ളത് ശരിയാണ്. റൈറ്റ്, ഇറ്റ്സ് എ റൈറ്റ് ആൻസർ. നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. നിങ്ങളുടെ ഭർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് ഏതാണ്? എനിക്ക് പാഷൻ ഫ്രൂട്ട്. ഞാൻ ഫാഷൻ ഫ്രൂട്ട് എഴുതിയിട്ട് വെട്ടിയതാണ്. കാരണം വെച്ചാൽ ആൾക്ക് ഫാഷൻ ഫ്രൂട്ടാണ് ഏറ്റവും ഇഷ്ടം. പക്ഷെ പിന്നെ എല്ലാം കഴിക്കും, മീൻസ് തണ്ണിമത്തം കഴിക്കും, എല്ലാം കഴിക്കും. അപ്പൊ ഒന്ന് സ്പെസിഫൈ ചെയ്ത് പറയണ്ടെന്ന് എഴുതിയിട്ടാണ് ഞാൻ. ഇത് ഏതും തോട്ടവും കൂടി ആയതുകൊണ്ട് ഫാഷൻ ഫ്രൂട്ട് ഞാൻ എഴുതിയിരുന്നു. അതിൽ കാണാണ്ടല്ലോ. കാണാനുണ്ട്, വെട്ടിയതും കാണാനുണ്ട്. അതിനുശേഷം എഴുതി ഓൾ ഫ്രൂട്ട്സ്. പ്രത്യേകിച്ച് അങ്ങനെ പാഷൻ ഫ്രൂട്ട് കിട്ടാനില്ല, അതുകൊണ്ടാണ് ഞാൻ വേറെ കഴിക്കണത്. അതെ, ആ ഇഷ്ടം. അപ്പൊ ഇനിയിപ്പോ മാറ്റി എഴുതില്ലല്ലോ. ഇനി എന്താന്ന് ചോദിച്ചാൽ ആദ്യം വരുന്നത് ഫാഷൻ ഫ്രൂട്ട്. ഇനി അതിന് ഒരു തർക്കമില്ല. എന്തായാലും നമ്മൾ എഴുതിയ ആൻസർ, ദ സെക്കൻഡ് ആൻസർ, ഇറ്റ്സ് റോങ്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. നിങ്ങളുടെ ഭർത്താവ് സ്ഥിരമായി വായിക്കുന്ന ആത്മീയ പ്രസിദ്ധീകരണം ഏത് എന്നാണ്? പറയൂ. വായിക്കാറില്ല. അങ്ങനെ ഒരു പ്രസിദ്ധീകരണം വായിക്കാറില്ല. അങ്ങനെയല്ല, റെഗുലർ ആയിട്ട് വായിക്കാറില്ല. കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ എവിടെയെങ്കിലും നമ്മൾ എവിടെ ചെന്നെങ്കിലും ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന സമയത്ത് സ്ഥിരമായി വായിക്കുന്ന അല്ലേ? ഇല്ല. ഓക്കെ, അവിടെ ഒരു കോറൽ, ഒരു നിൽ, അങ്ങനെ ഒരു കോറൽ ഇവിടെ ഇല്ല. കൃത്യമായിട്ട് തന്നെയാണ് അതിന് ആൻസർ വന്നിട്ടുള്ളത്. മൂന്നാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ ഇറ്റ്സ് റൈറ്റ്. നമ്മൾ നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. നിങ്ങളുടെ ഭാര്യ ഏത് വസ്ത്രം ധരിച്ച് കാണാനാണ് നിങ്ങൾക്ക് ഇഷ്ടം? ഇത് ബിനുവിനോട് ചോദിച്ച ചോദ്യമാണ്. ആ ഇഷ്ടം എന്തെന്ന് ആദ്യം ആരായുന്നത് ഭാര്യയോടാണ്. പറയൂ. ചുരിദാറാണ്. ചുരിദാർ രണ്ടുപേരും ഒരുപോലെ എഴുതിയിരിക്കുന്നു. ആൻസർ ഇറ്റ്സ് റൈറ്റ്.
നമ്മൾ 5ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. നിങ്ങളുടെ ഭാര്യയിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സ്വഭാവം ഏതാ സിമി? ഇഷ്ടമില്ലാത്ത സ്വഭാവം. അതായത് ബിരുവിൽ ഒരു സാധനം ഒരു സ്ഥലത്ത് വെച്ചാൽ കറക്റ്റ് ആയിട്ട് അത് അവിടെ തന്നെ വെക്കണം. ഞാൻ ചിലപ്പോൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പൊസിഷനൊക്കെ വലിച്ചു വരാൻ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ പറയും നിനക്ക് അടുക്കും ചിട്ടേ ഇല്ല എന്ന് പറയും. എന്തില്ലാന്ന് പറയും? അടുക്കും ചിട്ടയും. ഓക്കെ. സാധനങ്ങൾ വലിച്ചു വാരി ഇടില്ല, മീൻസ് ഞാൻ ഇടും എന്നാണ് പുള്ളി പറയുന്നത്. അതാണ് നിക്കണം എഴുതിയിരിക്കണേ. ഒരു സാധനം വെച്ചാൽ അത് അവിടെ ഉണ്ടാകാറില്ല, അടുക്കും ചിട്ടയും ഇല്ല. കൃത്യമാണ് കൃത്യമാണ് കൃത്യമാണ്. ഇത് പറയാൻ തുടങ്ങിയിട്ട് 15-16 വർഷമായി. 16 വർഷം ഇപ്പോഴും നിർത്തി, പറച്ചിൽ നിർത്തി. അതുകൊണ്ടല്ലോ. അതായത് ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്ന പോലെ ഇപ്പൊ 3 പിള്ളേരുണ്ട്. ചിലപ്പോ ഞാനല്ലായിരിക്കും എടുക്കുക. കുട്ടികൾ ആരെങ്കിലും എടുത്തിട്ട് ഇപ്പൊ പൗഡർ എടുത്തു കഴിഞ്ഞാൽ പൗഡർ വെക്കുന്ന സ്ഥലത്തൊന്നും വെക്കത്തില്ല. അവര് ചെറിയ കുട്ടികളെ ആൾക്ക് പട്ടളച്ചിട്ട് പോലെ പൗഡർ ചെയ്യുന്ന സ്ഥലത്ത് പൗഡർ, സോപ്പ് ഇരിക്കുന്ന സ്ഥലത്ത് സോപ്പ്. അതൊന്നും ഇങ്ങനെ നടക്കൂല. എങ്ങനെ നടക്കണേ? ഒരു കാര്യമില്ല, കുഴല് വളയും, അല്ലാതെ വായിലൊന്നും വരുന്ന പ്രശ്നമില്ല. മനസ്സിലായി? ഇപ്പൊ സ്വന്തമായിട്ട് ചെയ്തോളൂ. അത്രേ ഉള്ളൂ. അതുകൊണ്ട് ആകെയുള്ള ഒരു ഗുണം ഈ റൗണ്ടിൽ ഒരേപോലെ ആൻസർ കിട്ടി എന്നുള്ളതാണ്. പോയിന്റും കിട്ടി. ഓക്കെ. 5ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം റൈറ്റ് ആണ്. 6ാമത്തെയും നിങ്ങളോട് ചോദിച്ച അവസാനത്തെയും ചോദ്യം, നിങ്ങളുടെ ഭാര്യയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബൈബിൾ വാക്യം. ബൈബിൾ വാക്യം അങ്ങനെ എന്നൊന്നുണ്ടെങ്കിൽ അത് എനിക്ക് 2-3 അതുകൊണ്ട് പറയൂ. അതിൽ ഏതാണ് എഴുതിയിരിക്കുന്നത്? ഏതാണ് വിശ്വസിച്ച് എഴുതിയത്? മറ്റേ അപ്പസ്തോലൻ പ്രവർത്തനം 16:31. അതായത് കർത്താവ് യേശുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഓക്കെ. പിന്നെ അതായിരിക്കില്ല എഴുതിണ്ടാവുക. അതെന്താ ആയിരിക്കില്ലേ? അത് ഇവിടെ വന്നിരുന്നതിന് ശേഷമുള്ള കമ്മ്യൂണിക്കേഷൻ. അല്ലല്ല, ഞാൻ 2-3 പറയാറുണ്ട്. ഒന്ന് എന്നെ ശക്തനാക്കുന്ന ദൈവത്തിലൂടെ പറയാറുണ്ട്, പിന്നെ ദൈവം ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. അതായിരിക്കും ഒരു 3-4 ബൈബിൾ വചനങ്ങള് ഞങ്ങളെ വീട്ടില് ഞങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ശരി. പക്ഷെ ആൻസർ 6ാമത്തെ ഇദ്ദേഹം എഴുതിയത് കർത്താവാം യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് പറയുമ്പോൾ എഴുതിയത് ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്നാണ്. ആൻസർ ഇറ്റ്സ് റോങ്. എത്ര റൈറ്റ് ആൻസേഴ്സ്, എത്ര റോങ്? 4 റൈറ്റ് ആൻസേഴ്സ് ആണ്. 4 ശരി ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട് അവര്. ഇനി നമ്മൾ അടുത്ത ടീമിലേക്ക് പോകുന്നു. ടീം ടൈഗ്രിസ്. നമ്മൾ നിങ്ങളോട് ചോദിച്ച ചോദ്യങ്ങൾ വീണ്ടും ചോദിക്കുന്നു. ആദ്യം ഭാര്യയോട് ചോദിച്ച ചോദ്യം, അതിന്റെ ആൻസർ ഭർത്താവിൽ നിന്ന് തുടങ്ങി അങ്ങോട്ട് പോകുന്നു. റെഡി? ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ഭർത്താവിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച മഹത് വ്യക്തി ആര്? ആരാണ് മഹത് വ്യക്തി എന്ന് പറയേണ്ടത് ഭർത്താവാണ്. അമ്മയാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ. അമ്മയാണ് നിങ്ങളുടെ മനസ്സിലുള്ള മഹത് വ്യക്തി. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അല്ലേ? ശരി. എന്താണ് എഴുതിയിരിക്കുന്നത്? ഈശോ എന്നാണ്. ഓക്കെ. അത് ചിലപ്പോൾ അത് കൺവേ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ലായിരിക്കാം. ഈ ദിവസങ്ങളിൽ അത് നമ്മുടെ ഈ യാത്രയിൽ ഇങ്ങനെയുള്ള ഒരു റേസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റട്ടെ. അത് തന്നെയാണ് നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഒരു വിജയ സാധ്യത, വലിയ സാധ്യത. എനിവേ, ദ ഫസ്റ്റ് ആൻസർ ഇറ്റ്സ് റോങ്. നമ്മൾ 2ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. എന്താണത്? നിങ്ങളുടെ ഭർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് ഏതെന്നാണ് അവിടെ എഴുതിയിട്ടുണ്ട്. പറയൂ. ആപ്പിൾ ആണ്. എന്താണ് എഴുതിയിരിക്കുന്നത്? ആപ്പിൾ തന്നെ കറക്റ്റ് ആയിട്ട് ഇവിടെയും എഴുതിയിട്ടുണ്ട്. 2ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഇറ്റ്സ് റൈറ്റ്. നിങ്ങൾ 2 പേരും ആപ്പിൾ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ 3ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. എന്തായിരുന്നു അത്? നിങ്ങളുടെ ഭർത്താവ് സ്ഥിരമായി വായിക്കുന്ന ആത്മീയ പ്രസിദ്ധീകരണം ഏത്? ഒരു ആത്മീയ പ്രസിദ്ധീകരണം ഉണ്ടെങ്കിൽ അത് ഏത് എന്നാണ് ചോദ്യം. അതിന് എന്തുത്തരമാണ് പറയാനുള്ളത്? ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും വായിക്കാറില്ല. ഇപ്പൊ ഇടയ്ക്ക് കിട്ടുമ്പോൾ ശാലംബുന അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ വായിക്കണുള്ളൂ. പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും വായിക്കാറില്ല. അതാണ് അല്ലേ? ശരി. എന്താണ് എഴുതിയിരിക്കുന്നത്? ഞാൻ ബൈബിൾ എന്നാണ് എഴുതിയത്. ബൈബിൾ എന്താ എഴുതാൻ കാരണം? അത് ഇടയ്ക്ക് അത്യാവശ്യം ഇങ്ങനെ പാട്ടൊക്കെ എഴുതുന്ന സമയത്ത് അത് പോയി എടുത്ത് വായിച്ചു നോക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. പാട്ട് എഴുതും. ക്രിസ്തീയ ഭക്തിഗാനങ്ങളാണോ എഴുതുന്നത്? അത് ബൈബിൾ വായിച്ചതിന് ശേഷമാണ് എഴുതാറുള്ളത്. ബൈബിള് കുറച്ചുകൂടെ റെഫർ ചെയ്യാറുണ്ട് സമയത്ത്. ശരി, ഗുഡ്, വെരി ഗുഡ്. പക്ഷെ നമ്മുടെ ഈ ആൻസർ നമുക്ക് സ്ഥിരമായി മാഗസിൻ വായിക്കുന്നില്ല എന്ന് എഴുതിയിരിക്കുന്നു, ബൈബിൾ എന്ന് എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ 3ാമത്തെ ചോദ്യം ഇറ്റ്സ് റോങ്. നമ്മൾ 4ാമത്തെ ചോദ്യം, അത് ഭർത്താവിനോട് ചോദിച്ച ചോദ്യത്തിലെ ആദ്യത്തെ ചോദ്യമാണ്. ഇഷ്ടം പറഞ്ഞു തുടങ്ങുന്നത് ഭാര്യയിൽ നിന്നാണ്. ഓക്കെ, റൈറ്റ്. നിങ്ങളുടെ ഭാര്യ ഏത് വസ്ത്രം ധരിച്ച് കാണാനാണ് നിങ്ങൾക്കിഷ്ടം? ജീൻസും കുർത്തയും എഴുതിയത്. ജീൻസും കുർത്തയും. കുർത്ത. ഓക്കെ. ലോങ് കുർത്ത. ഓക്കെ. എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത്? എന്താണ് ആൻസർ? ഇറ്റ്സ് റൈറ്റ്. 4ാമത്തെ ചോദ്യത്തിന് കുർത്ത എന്ന് തന്നെ ഉത്തരം എഴുതി വെച്ചിട്ടുണ്ട്. റൈറ്റ്. ശരി ഉത്തരം
നമ്മൾ 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. നിങ്ങളുടെ ഭാര്യയിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സ്വഭാവം. ഇഷ്ടമില്ലാത്ത സ്വഭാവം പറയൂ. ഫോണിൽ ഗെയിം കളിക്കുന്നത്. ഫോണിൽ ഗെയിം കളിക്കുന്നതാണ് ഇഷ്ടമില്ലാത്ത സ്വഭാവം. എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്? ചില സമയത്ത് നമ്മള് തിരക്കിട്ടൊക്കെ വരും, എന്തെങ്കിലും ചോദിക്കുമ്പോഴായിരിക്കും ആള് ഭയങ്കര ഗെയിം കളിയാണ് സമയത്ത് ഈ റൗണ്ട് ഒന്ന് തീരട്ടെ എന്നിട്ട് പറയാറ്. ഈ റൗണ്ട് ഒന്ന് കഴിഞ്ഞിട്ട് സംസാരിച്ചാ മതി അല്ലേ? എന്നിട്ട് അങ്ങനെ പറയാറുണ്ട്. അങ്ങനെ പറയാറുണ്ട്. ഓക്കെ. സമയം കളിക്കോ ഭീഷ്മ? ആ റൗണ്ട് തീരണ വരെ അത് തീരുന്നത്. അതെ അതെ, ആ റൗണ്ട് കഴിഞ്ഞിട്ടേ പിന്നെ ബാക്കി പരിപാടി ഉള്ളൂ. എന്താണെങ്കിലും ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? കൃത്യം 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 ഫോൺ ഗെയിം കളിക്കുന്നത് ഇത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. 5ാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ ഇറ്റ്സ് റൈറ്റ്. നമ്മൾ 6ാമത്തെ ക്വസ്റ്റിനിലേക്ക് പോകുന്നു. നിങ്ങളുടെ ഭാര്യയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബൈബിൾ വാക്യം. കർത്താവിന്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. കർത്താവിന്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും അത്രേ അല്ലേ? അതാണ് ഇഷ്ടപ്പെട്ട വാക്യം. അങ്ങനെയാണോ? ഡെലിവറിയുടെ സമയത്ത് ആൾക്ക് കൊടുത്തതാ. ആ ഡെലിവറിയുടെ ടൈമിൽ കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പം ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ഒരു ബ്രദർ പറഞ്ഞു തന്ന വാക്യത് അത് ചെയ്താൽ വയറ്റിൽ കൈ വെച്ചിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അന്ന് ഡെലിവറി ടൈമില് ആ കാണിച്ച കോംപ്ലിക്കേഷൻ ഒന്നും ഉണ്ടായില്ല. അതുകൊണ്ട് അതൊരു ഇഷ്ടപ്പെട്ട വാക്യം എന്ന് കണക്കെയാണ് അത് എഴുതിയിട്ടുള്ളത് അല്ലേ? പക്ഷെ അല്ല, ബൈബിള് ഞാൻ വായിക്കുന്ന സമയത്ത് എന്നും അതെടുത്തൊന്ന് ഒന്നോടെ നോക്കാറുണ്ട്. ശരി ശരി. പക്ഷെ നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്ന 6ാമത്തെ ചോദ്യത്തിന്റെ അത് ആ സംഭവം എഴുതിയിരിക്കുന്ന അരുൺ അറിയില്ല. ആ സംഭവം കൃത്യമായിട്ട് ഓർക്കാൻ പറ്റിയില്ല ഒരു പക്ഷെ അല്ലേ? ഓർക്കാൻ പറ്റിയില്ല. എന്തായാലും നമുക്ക് 6ാമത്തെ ചോദ്യത്തിന് ശരിയുത്തരമല്ല, ഇറ്റ്സ് എ റോങ് ആൻസർ. അപ്പൊ എത്ര റൈറ്റ് ആൻസേഴ്സ് ആണ് അവർ പറഞ്ഞിട്ടുള്ളത്? 3 റൈറ്റ് ആൻസേഴ്സ് ആണ്. 3 റൈറ്റ് ആൻസേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മുടെ ഏതനിലെ 3 റൗണ്ടുകളും വളരെ മനോഹരമായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇഷ്ടമായോ നിങ്ങൾക്ക് ഈ റൗണ്ടുകളൊക്കെ? നമുക്ക് കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും അറിയാനും പറ്റുന്ന ഒരു വേദി തന്നെയാണ് ഈ ഏദൻ തോട്ടം. നമുക്ക് ഈ യാത്ര ഇനിയും മുന്നോട്ട് വളരെയധികം പോകേണ്ടതുണ്ട്. കൂടുതൽ നമുക്ക് മനസ്സിലാക്കാം ഈ യാത്രയിൽ. പറഞ്ഞു, ഗാന രചയിതാവാണ്. ഞാൻ ബൈബിൾ വായിക്കും, ഞാൻ ബൈബിൾ വായിച്ച് പ്രാർത്ഥിച്ചാണ്, എന്തെങ്കിലും റെഫറൻസ് ഉണ്ടെങ്കിൽ എടുക്കും. അങ്ങനെ എഴുതിയ അരുൺ എഴുതിയിട്ടുള്ള ഭക്തിഗാനത്തിന്റെ ഒരു 4 വരി, ഒരു പല്ലവി ഏതായിരിക്കാം പാടാൻ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിൽ വരുന്നതും പാടുന്നതും ഏതാണ് അരുൺ? പാടാൻ പറ്റും. ഷുവർ. അകലെ ഞാൻ കണ്ടു കാൽവരിക്കുന്നിൽ, അവിടെ എൻ യേശു മരക്കുരിശിൽ. അകലെ ഞാൻ കണ്ടു കാൽവരിക്കുന്നിൽ, അവിടെ എൻ യേശു മരക്കുരിശിൽ. ഇരുപാപികൾ കിടയിലായങ്ങയെ ക്രൂശിൽ തറയ്ക്കുന്നു ഞങ്ങളിന്നും. നന്നായിട്ട് എഴുതിയിരിക്കുന്നു, വളരെ നന്നായിട്ട് എഴുതിയിരിക്കുന്നു. നല്ലൊരു കാഴ്ചപ്പാടാണ്. ഇന്നും അങ്ങനെ നമ്മൾ ഈശോയെ നമ്മുടെ ജീവിത ചെയ്തികൾ കൊണ്ട് ക്രൂശിൽ തറയ്ക്കുന്നു, അരുതേ അല്ലേ? അങ്ങനെ ഒരു ഉദ്ബോധനം ആ വരികളിലുണ്ട്. ഗുഡ്, നന്നായിട്ട് എഴുതിയിരിക്കുന്നു. നമ്മുടെ ഈ 3rd റൗണ്ടിന്റെ സ്കോർസ് ഒന്ന് നമുക്കറിയാം. ടീം പിഷോൺ 150 പോയിന്റ്സ്, ടീം ഗിഹോൺ 150 പോയിന്റ്സ്, ടീം യൂഫ്രട്ടിസ് 200 points, team Tigris 150 points, ബിനു നടനാണ്, അഭിനേതാവാണ്, റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നു, അങ്ങനെ പല 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 ആക്ടിവിറ്റീസ് ഉള്ള കൂട്ടത്തിൽ ഗായകനുമാണ്. പള്ളി കൊയറിൽ വളരെ സജീവമായിട്ട് ബിനു ഉണ്ട് അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും ബിനു നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ ഒരു 4 വരി പാട്ട് പാടുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ഏത് പാട്ടാണ് നമ്മുടെ ഈ ഷോയിൽ ഒരു 4 വരി പാടാൻ? ഏതാണ് ബിനു ഒരു ആത്മീയ ഗാനം
യേശുവിന്റെ പ്രാണനാഥൻ. യേശുവിന്റെ പ്രാണനാഥൻ. യേശുവിന്റെ പ്രാണനാഥൻ, യേശുവിന്റെ ആത്മദാഹം, ഈശ്വരന്റെ സന്നിധാനം, യേശുവിന്റെ സ്നേഹരൂപം, യേശുവിന്റെ പ്രാണനാഥൻ, യേശുവിന്റെ ആത്മദാഹം, ഈശ്വരന്റെ സന്നിധാനം, യേശുവിന്റെ സ്നേഹരൂപം. നന്നായി പാടി, വളരെ നന്നായി പാടി, വളരെ നന്നായി പാടി. നമ്മൾ മാർക്സിലേക്ക് പോവാണ്. നമ്മുടെ 3 റൗണ്ട്സിന്റെയും ടോട്ടൽ സ്കോർസ് എത്രയാന്ന് നമുക്കറിയാം. ടീം പിഷോൺ 500 points. ടീം ഗിഹോൺ 350 points. ടീം യൂഫ്രട്ടിസ് 550 points. And Team Tigris 150 points. ഏദൻ തോട്ടത്തിന്റെ ഈ യാത്ര മനോഹരമായി നീങ്ങുകയാണ്. തീർച്ചയായിട്ടും കണ്ടുകൊണ്ടിരിക്കുന്ന 50 വയസ്സിന് താഴെയുള്ള ദമ്പതികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ മത്സരത്തിൽ പങ്കെടുക്കാം. ഏദൻ തോട്ടം കപ്പിൾസ് റിയാലിറ്റി ഷോ. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ ഇതാ നിങ്ങൾക്കും ഒരു സുവർണാവസരം. ഹെബ്രായർക്ക് ജനിക്കുന്ന ആൺകുട്ടികളെയെല്ലാം ഏതു നദിയിൽ എറിഞ്ഞു കളയുവാനാണ് ഫറവോ കൽപ്പിച്ചത്? ശരിയായ ഉത്തരം SMS ചെയ്യുന്ന 50 വയസ്സിൽ താഴെ പ്രായമുള്ള ദമ്പതികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഈ ഷോയിൽ പങ്കെടുക്കാം. SMS അയക്കേണ്ട നമ്പർ 9744155533. നമ്പർ ഒരിക്കൽ കൂടി 9744155533. ഏദൻ തോട്ടത്തിൽ പങ്കെടുത്ത 4 കുടുംബങ്ങൾക്കും ഏദൻ തോട്ടത്തിന്റെ വകയും ഗുഡ്നസ് TVയുടെയുമായി ഒരു സ്നേഹ സമ്മാനം നിങ്ങൾക്കായി തരികയാണ്. ഏദൻ തോട്ടത്തിന്റെ ഈ എപ്പിസോഡ് നിങ്ങൾക്കെല്ലാം ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും പറഞ്ഞു, കുടുംബങ്ങളുടെ ഒരു നവീകരണം, കുടുംബങ്ങളുടെ ഒരു സ്നേഹം, ആ ഒരു വലിയ കൂട്ടായ്മയാണ് ഈ വേദി ഏദൻ തോട്ടം. ഈ 4 കുടുംബങ്ങളുടെ വിശേഷങ്ങൾ നമ്മൾ കണ്ടു. അടുത്ത 4 കുടുംബങ്ങളുടെ വിശേഷങ്ങളുമായി ഏദൻ തോട്ടത്തിന്റെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. ഒരുമയോടെ ഒത്തുകൂടാം. Goodbye. സ്നേഹം കൊണ്ടൊരു വീടു പണിയാ, ദൈവസ്നേഹം കൊണ്ടൊരു വീടു പണിയാ. ആൻസർ ഇറ്റ്സ് റൈറ്റ്. 100% റൈറ്റ് ആണ് ആൻസർ. ഡാലിയ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഏറ്റവും ടെൻഷൻ അടിച്ചിരുന്ന കപ്പിൾസ് ആണ്. 12 ശിഷ്യന്മാര്. അത് തന്നെ. അതില് ഒരാളുണ്ട് യേശുവിനെ ഒറ്റ കൊടുത്ത ആള്. യൂദാസ്.